എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പൗത്രയുടെ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാണ് പൗത്രനെ. എന്നിട്ട് പറയുന്നുണ്ട്, താൻ ചെയ്ത തെറ്റിൻ്റെ വലുപ്പം തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? തൻ്റെ ഭർത്താവ് പോലും താൻ വഴിപിഴിച്ച ഒരു സ്ത്രീയാണ് എന്ന് കരുതിയ ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി എന്നൊക്കെ പറയുമ്പം എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി എന്ന് പൗത്ര പറയും. അന്നേരം ഡോക്ടർ അരുണിനോടും പറയുന്നുണ്ട്, പൗത്രയോട് ക്ഷമിക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഞാൻ ക്ഷമിക്കില്ലാത്ത ഒരേ ആളേ ഉള്ളൂ, അത് ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് കളിച്ച ആ സ്ത്രീയാണ് കനകമ്മ എന്നും അരുൺ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഗൗരിമോളെയാണ്. ഗൗരിമോൾ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിപ്പോയി തുടങ്ങി. അതിൻ്റെ സങ്കടത്തിലിരിക്കുക, അയ്യോ അത് പൊട്ടിപ്പോയല്ലോ എന്നോർത്ത്. നന്ദ അങ്ങോട്ടേക്ക് നന്ദ വരും. എന്നിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കളിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം നന്ദ പറയുന്നുണ്ട്, അതെ ഇപ്പം നീ തീരെ കൊച്ചു കുട്ടിയൊന്നുമല്ല, അമ്മ എന്തിനേലുമൊക്കെ അടുക്കളയിൽ സഹായിക്കാൻ കേട്ടോ എന്ന് പറയുമ്പം, അയ്യോ ഞാൻ അതിനെ അമ്മയെ സഹായിക്കാറില്ലേ, ഞാൻ കഴിച്ച പാത്രം അടുക്കളയിൽ കൊണ്ടുവയ്ക്കുന്നത് ഞാനല്ലേ, അതുപോലെ ടവലൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് വിരിച്ചിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയും. അന്നേരം നന്ദ, ഓഹോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, എങ്കിലും ഒരു കാര്യമോട് ചെയ്യുക, ഇവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ഇരിക്കുക എന്ന് പറയും. അന്നേരം മോള് പറയുന്നുണ്ട്, അതെ ഞാൻ വൃത്തിയാക്കിയൊക്കെ ഇടാം, പക്ഷേ എനിക്കൊരു കാര്യം ചെയ്തു തരാമോ എന്ന് ചോദിക്കും. അന്നേരം നന്ദ ചോദിക്കും, എന്താണ് എന്ന് ചോദിക്കുമ്പം ഗൗരിമോള് പറയുവാണ്, എനിക്കൊരു കളിപ്പാട്ടം മേടിച്ച് തന്നെ, പാവയെ മേടിച്ച് തന്നെ എന്ന് പറയും. അന്നേരം നന്ദ ചോദിക്കും, അങ്ങനെ ചെയ്താലേ നീ ഇവിടെ വൃത്തിയാക്കി ഇടുവോളോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ വൃത്തിയാക്കി ഇടും, പക്ഷേ എനിക്ക് കളിപ്പാട്ടം മേടിച്ച് തരുമോ എന്ന് പറ എന്ന് പറയും. അന്നേരം നന്ദ പറയും, കുഴപ്പമില്ല മേടിച്ച് തരാമെന്ന് പറയുവാണ്. അന്നേരം മോൾക്കൊരു സംശയം, ഇനിയിപ്പം പിന്നെ മേടിച്ച് കൊടുത്തില്ലെങ്കിലോ എന്നോർത്ത്. അന്നേരം പറയുവാണ്, അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അത് മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലോട്ട് തന്നെ, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം, എന്നിട്ട് ഞാൻ പിന്നെ മേടിച്ചോളാം എന്ന് പറയുവാണ്. അന്നേരം അയ്യോ അതിന് ഇപ്പോഴെങ്ങനെ തന്നെ എൻ്റെ ഈ പേഴ്സ് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് മോള് ഓടി അകത്തേക്ക് പോവാണ്. അന്നേരം നന്ദയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ, കയ്യിൽ വളരെ തുച്ഛമായ പൈസയല്ലേ ഉള്ളൂ, ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലല്ലോ. ഏതായാലും മോള് പോയി ബാഗ് എടുത്തുകൊണ്ട് തിരിച്ചു വരും. എന്നിട്ട് നന്ദയുടെ കൈ കൊടുത്തിട്ട്, അതെ എൻ്റെ പൈസ താന്ന് പറയും. അന്നേരം നന്ദ, മോളുടെ ബഡ്ജറ്റ് എന്തോരുവാ എന്നതാണ് മോളുടെ മനസ്സിലൊന്ന് പറഞ്ഞ് എന്നിങ്ങനെ പറയും. അന്നേരം പറയുവാണ്, അന്ന് നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ വലിയൊരു പാവയെ കണ്ടില്ലേ, നല്ല ഉയരമുള്ള, അതെനിക്ക് വേണമെന്ന് പറയും. അയ്യോ അത്രയും വലുത് വേണമെന്ന് ചോദിക്കുമ്പം, അത്രയും വലുത് വേണം, 1000 രൂപ ഇങ്ങോട്ട് താ, ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം എന്ന് പറയുവാണ്. എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ നന്ദ പേഴ്സ് എടുക്കുമ്പോഴാണ് ഓർക്കുന്നത്, വാടക കൊടുത്തത്തേക്കും പൈസ അത്യാവശ്യം തീർന്നു, ഇനി എന്ത് ചെയ്യുന്നോർത്ത് ആകെ വിഷമിച്ചിരിക്കും. എന്നിട്ട് പറയുവാണ്, മോളെ അമ്മയുടെ കയ്യിൽ ഇപ്പോൾ പൈസയില്ല, അമ്മ പിന്നെ തരാം, പിന്നെയല്ലേ മേടിക്കുന്നത്, അന്നത്തേക്കും പൈസ മോൾക്ക് തന്നാൽ പോരെ, ഉറപ്പായിട്ടും മേടിച്ച് തരാമെന്ന് പറയും. അന്നേരം മോൾ തിരിച്ചു പറയുവാണ്, അമ്മയെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നമുക്ക് അവിടെ നന്ദുവിൻ്റെ വീട്ടിൽ പോയാലോ, അവിടെ പപ്പയില്ലേ, പപ്പ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാ അമ്മ വെറുതെ കാശ് കളയുന്നത്, അമ്മ എന്തിനാ വിഷമിക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കും. അന്നേരം നന്ദ പറയുന്നുണ്ട്, എനിക്ക് കാശ് കളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല മോളെ, അമ്മയുടെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ്, മോൾക്ക് വേണ്ടിയല്ലേ അമ്മ ജീവിക്കുന്നത്, അല്ലാതെ അമ്മയ്ക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറയുമ്പം, അതല്ലമ്മേ അമ്മ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ, അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ കളിപ്പാട്ടമുണ്ട്, അതുപോലെ തന്നെ പപ്പ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പപ്പയും പറയും അമ്മയെപ്പോലെ തന്നെ, പിന്നെ എന്താ കുഴപ്പം, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ നന്ദയ്ക്ക്. പിന്നെ കാണിക്കുന്ന ഇന്ദീവരമാണ്. അവിടെ ലക്ഷ്മി മഹേശ്വരനും അതുപോലെ നമ്മുടെ ഗൗതമും പിങ്കിയും ഒക്കെ ഉണ്ട്. അവർ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാണ്. മഹേശ്വരനാണ് തുടങ്ങി വെക്കുന്നത്. മഹേശ്വരൻ പറയുക, എടാ ഗൗതമൻ നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു അച്ഛൻ്റെ അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് മക്കളുണ്ടാകണമെന്നും അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് അവർക്കും പേരക്കുട്ടികൾ ഉണ്ടാകണമെന്നും അവരെ കളിപ്പിക്കണമെന്നും ഒക്കെ ഉള്ളത്, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു പ്രതീക്ഷയോടെ നോക്കുക കേട്ടോ പിങ്കി. ഇനിയിപ്പോൾ പിങ്കിയിൽ ഒരു കുഞ്ഞുണ്ടാകണമെന്നാണോ ഇവർ പറഞ്ഞു വരുന്നത് എന്നറിയില്ലല്ലോ. അന്നേരം ഗൗതം പറയുവാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് ഈശ്വരന്മാർക്ക് അറിയാം, അതുകൊണ്ടാണ് അത് ഗൗരിയിലൂടെ നിങ്ങൾക്ക് സാധിച്ചു തന്നതെന്ന്. അന്നേരം പിങ്കിയുടെ മുഖം അങ്ങ് മങ്ങിപ്പോവേ. അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട്, അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്, ഗൗരിമോൾ നമ്മുടെ ഈ കുടുംബത്തിലെയാണ്, എന്നിട്ടും അവളുടെ ഒരു ചടങ്ങുകളും നമുക്ക് നടത്താൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചടങ്ങായിട്ട് മോളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ആ കാര്യങ്ങളങ്ങ് നടത്തിയാലോ എന്ന് ചോദിക്കും. അന്നേരം ഗൗതം ചോദിക്കും, അതെങ്ങനെയാണ് എന്ന്. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, അല്ല നമുക്ക് അമ്പലത്തിൽ പോയി തിരുമേനിയെ കണ്ടിട്ട് നല്ലൊരു സമയം കുറിച്ച് മോളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത് ഒരു ചടങ്ങായിട്ട് നടത്തണം. ഇതിനു മുമ്പ് മോളുടെ ഒരു ചടങ്ങിലും നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല, അവൾ ജനിച്ചതുപോലും നമുക്ക് അറിയാൻ സാധിച്ചില്ലായിരുന്നു, അതുപോലെ അവളുടെ വളർച്ചയോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഗൗതം പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പം
അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇനി വരുന്നതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം എന്ന് പറയും. അന്നേരം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയാലോ, അതിനെപ്പറ്റി നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഏതായാലും എൻ്റെ ആഗ്രഹത്തോട് ചേർന്ന് നിന്ന് നിങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പിങ്കിക്ക് ടെൻഷനായി തുടങ്ങി. പിങ്കി മനസ്സിലോർക്കുക, ഈശ്വര, നന്ദുവിനെ മാറ്റി നിർത്തി ഇവർ ഓരോന്ന് ഗൗരിക്ക് വേണ്ടി ചെയ്യുമ്പം അവന് വിഷമമാവുമല്ലോ എന്നിങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുവാണ്, എനിക്ക് തോന്നുന്നില്ല നന്ദി ഇതിനൊക്കെ സമ്മതിക്കുന്ന, അവൾ ഇതിന് സമ്മതിക്കത്തില്ല എന്ന് പറയും. അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട്, സമ്മതിക്കുന്നേ ലക്ഷ്മി, നീ തന്നെ വിളിക്കുക, നിൻ്റെ വാക്ക് അവൾക്ക് തട്ടിക്കളയാൻ പറ്റില്ല, അതുകൊണ്ട് ലക്ഷ്മി തന്നെ ഈ കാര്യങ്ങളൊക്കെ നന്ദിയോട് പറയണം എന്ന് പറയുവാണ്. അപ്പം ലക്ഷ്മി പറയാമെന്നും പറയുന്നു. അന്നേരം അവിടെ നിൽക്കുന്ന പിങ്കിക്ക് ആകെ ടെൻഷനാണ്. അതുകൊണ്ട് പിങ്കി മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുക, ഈശ്വര, നന്ദുമോന് വിഷമാവും ഇതൊക്കെ, അതുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് നന്ദി ഇതിനെ സമ്മതിക്കില്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് പിങ്കി. ഏതായാലും അവിടുന്ന് പോരുന്ന പിങ്കിക്ക് ആകെ ടെൻഷനാണ്. പിങ്കി മനസ്സിൽ ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഈശ്വര, ഇങ്ങനെ ഒരു കാര്യം നടക്കില്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗൗതം ഭയങ്കര സന്തോഷത്തോടെ ഇതിനെപ്പറ്റി ആരോടൊക്കെയോ പറയും. എന്നിട്ട് നോക്കുമ്പം പിങ്കി അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണല്ലോ കാണുന്നത്. അന്നേരം പിങ്കിയോട്, താൻ ഇവിടെ വന്ന് നിൽക്കുവാണോ, ഇവിടെ ഇനി എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത്, അതിൻ്റെ എല്ലാം മുന്നിൽ നിന്ന് ഓരോന്നും ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് നടത്തേണ്ട ആളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം പിങ്കി ചോദിക്കും, എന്ത് ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന്. അന്നേരം ഗൗതം ചോദിക്കും, അതെന്താ താൻ അറിയാത്ത പോലെ സംസാരിക്കുന്നത്, ഗൗരിമോളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന ചടങ്ങ് നടത്തുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ, അതിനെപ്പറ്റിയാണ് പറഞ്ഞത് എന്ന് പറയുമ്പം പിങ്കി പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും ചടങ്ങുകൾ നടത്തിക്കോ, അതിൻ്റെ അകത്ത് ഒപ്പം നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അന്നേരം ഗൗതം ചോദിക്കും, അതെന്താ താൻ അങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ മോളെ ഇങ്ങോട്ട് സ്വീകരിക്കേണ്ട എന്നാണ് താൻ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഗൗതം എത്ര വേണമെങ്കിലും മോളെ സ്നേഹിച്ചു, അവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ അത് ഇവിടെ കൊണ്ട് നിർത്തിക്കൊണ്ട് തന്നെ വേണം എന്ന് എന്താണ് നിർബന്ധം എന്ന് ചോദിക്കും. അന്നേരം ഗൗതം ചോദിക്കും, പിന്നെ എൻ്റെ മകൾ എൻ്റെ കൂടെ അല്ലാതെ പിന്നെ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് ചോദിക്കുവാണ്. അന്നേരം പിങ്കി പറയുക, മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം സ്വാഭാവികമായിട്ടും നന്ദയും കൂടെ വരും, അല്ലാതെ നന്ദയെ വിട്ടിട്ട് മോള് ഇങ്ങോട്ട് വരുമെന്ന് ഗൗതത്തിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഗൗതം പറയും, ചിലപ്പോൾ വരുമായിരിക്കും എന്നിങ്ങനെ പറയുവാണ് ഗൗതം. അന്നേരം പിങ്കി ചോദിക്കും, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നന്ദി ആരാ, നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കും. അന്നേരം എൻ്റെ ആരുമല്ല എന്ന് ഗൗതം പറയും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല, കാരണം നന്ദി ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പാലം പോലെ ഗൗരിയുണ്ട്, ഗൗരിയുടെ എന്തെങ്കിലും ആവശ്യം വരുമ്പം നന്ദേനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾക്ക് നന്ദയെ ഉപേക്ഷിക്കാനും സാധിക്കില്ല. അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യം എന്താണ് ഇവിടെ, എൻ്റെ റോൾ എന്താണ് എന്നുകൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നെ എന്ന് പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, അത് ആ വഴിക്കങ്ങ് നടന്നോളൂ, അല്ലാതെ വേറൊരു രീതിയിൽ പിങ്കി ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ പിങ്കി പറയുവാണ്, അങ്ങനെ ഒരു കൂട്ടുകൃഷിക്ക് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിനും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പം ഗൗതം ചോദിക്കും, താൻ എന്താടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അന്നേരം പിങ്കി പറയുവാണ്, അതെന്താ ഗൗതത്തിന് എൻ്റെ ഫീലിങ്സ് മനസ്സിലാകാത്തത്, എൻ്റെ മനസ്സിലെ കത്തലും ആളലും ഒന്നും ഗൗതം മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ഗൗതം പറയും, എനിക്കും ഫീലിങ്സ് ഉണ്ട്, അതെന്താ തനിക്ക് മനസ്സിലാകാത്തതെന്ന് തിരിച്ചു ചോദിക്കും. അന്നേരം പിങ്കി പറയുവാണ്, ഗൗതത്തിന് എന്നും ഗൗതത്തിൻ്റെ മനസ്സിലെ ഫീലിങ്സിനെ പറ്റി മാത്രമേ അറിയത്തുള്ളൂ, ഗൗതത്തിൻ്റെ മനസ്സിൽ മാത്രം ഉണ്ടാകുന്നതും പൊട്ടി ഒഴുകുന്നതുമായ ഒരു കാര്യമല്ല ഈ ഫീലിങ്സ് എന്ന് പറയുന്നത്, അത് എല്ലാവർക്കും ഉണ്ട്, എൻ്റെ മനസ്സിലെ കത്തിൽ എനിക്കറിയാമെന്ന്. ഈ പറയുന്ന കേട്ടാൽ തോന്നും തമ്പുരാട്ടി ഭയങ്കര നീറ്റായിരുന്നു എന്ന്. നന്ദയും ഗൗതവും ഇതുപോലെ ജീവിച്ചപ്പം നന്ദയുടെ മനസ്സിൽ തീ കോരിയിട്ടതും നന്ദേൻ്റെ ജീവിതം നശിപ്പിച്ചതും പിങ്കിയാണ്. എന്നിട്ട് ഇപ്പോൾ അതേ സ്ഥാനത്ത് നിന്ന് പിങ്കി പറയുവാണ്, എൻ്റെ മനസ്സിലെ കത്തൽ എന്തുകൊണ്ട് ഗൗതം അറിയുന്നില്ല എന്ന് ചോദിക്കുവാണ്. കൊടുത്തതല്ലേ, മിക്കവാറും അത് തിരിച്ച് കിട്ടുമ്പോൾ മേടിച്ചില്ലേ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും നന്ദുമോൻ അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും, പപ്പയും അമ്മയും കൂടെ എന്താ വഴക്കാണോ എന്ന് ചോദിക്കും. അധികം ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന് നിൽക്കുമായിരുന്നുകൊണ്ട് തന്നെ ഗൗതം പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകും. അന്നേരം എന്താ അമ്മേ, പപ്പ ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, മോൻ അതൊന്നും കാര്യമാക്കണ്ട, മോൻ പോയി കളിച്ചു എന്ന് പറയും. അങ്ങനെ നന്ദുമോൻ അങ്ങ് കളിക്കാൻ പോകുമ്പോഴും ടെൻഷനോട് ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ് പിങ്കി. പിന്നീട് നമ്മുടെ അരുണിനെയും പവിത്രയും കനകമ്മയാണ് കാണിക്കുന്നത്. കനകമ്മ ടെൻഷനോട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുവാണ് അരുൺ. എന്നിട്ട് കനകമ്മയുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് കയ്യിലോട്ട് കൊണ്ട് കൊടുക്കും. എന്നിട്ട് രാത്രിയാണ് എന്നൊന്നും നോക്കണ്ട, ഇപ്പം തന്നെ ഇവിടുന്ന് വിട്ടോണം എന്ന് പറയും. അപ്പോഴത്തേക്കും കുറേ കരഞ്ഞ് കാല് പിടിക്കൂട്ടോ, എൻ്റെ അരുൺ സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, മോളുടെ ആഗ്രഹവും ആ വിഷമമൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് സഹായിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെയാണോ പവിത്ര എന്ന് അരുൺ പവിത്രയോട് ചോദിക്കുമ്പോൾ പവിത്ര പറയും, അയ്യോ ഇങ്ങനെ ഒരു പിശാച് തള്ളേനെ ഞാൻ കണ്ടിട്ടില്ല, അവർ എന്നെ ഊറ്റി കുടിക്കുമായിരുന്നു, അബദ്ധത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയി, അത് തിരുത്താൻ പലതവണ ഞാൻ ശ്രമിച്ചതാണ്, അന്നേരമല്ല
കാര്യങ്ങളെല്ലാം വേണ്ട എന്ന് പറഞ്ഞ് വിലക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇവരാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അത്രയോ നേരം മിണ്ടാണ്ട് ഇരുന്ന തള്ളയുടെ സ്വഭാവം അങ്ങ് മാറും. അന്നേരം അവർ പറയുകയാണ്, ആഹാ എന്നെ കുറ്റപ്പെടുത്താനാണോ നീ നോക്കുന്നത്, എങ്കിൽ നീ നോക്കിക്കോ, രണ്ടെണ്ണത്തിന് ഞാൻ ജയിലിൽ കയറ്റും, പ്രായമായ സ്ത്രീയായ എന്നെ നിങ്ങൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞാണ് പോകാൻ തുടങ്ങുന്നത്. അന്നേരം അരുൺ തടഞ്ഞു നിർത്തും. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങളവിടെ നിൽക്ക്, ഏതായാലും നിങ്ങളായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകണ്ട, ഞാൻ പോലീസിനെ ഇങ്ങോട്ട് വിളിക്കാം, നിങ്ങൾ ഇവിടുന്ന് മോഷ്ടിച്ച് പണയം വെച്ച സ്വർണത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്കറിയാം, CCTV ദൃശ്യങ്ങളും അവിടുത്തെ സ്റ്റാഫിൻ്റെ മൊഴിയും ഒക്കെ ഉണ്ട്, നിങ്ങളകത്ത് കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ കാല് പിടിക്കും. എൻ്റെ പൊന്ന് അരുൺ സാറേ, എന്നെ പോലീസിൻ്റെ അടി കൊള്ളിക്കരുത്, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞാൻ ആ പൈസ തിരിച്ച് തന്നോളാം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുമ്പം പവിത്ര പറയും, വെറുതെ വിട്ടേരാ അരുണേട്ടാ, തല്ലുകൊണ്ട ഇവർ ചത്തുപോകും, അതുകൊണ്ട് ഇനി ആ വഴിക്ക് പോകണ്ടെന്ന് പറയും. അവർ ക്ഷമയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് നമ്മുടെ നന്ദയാണ് കാണിക്കുന്നത്. നന്ദയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കുക കേട്ടോ. ഫോൺ എടുത്തു കഴിഞ്ഞ് ഹലോ വെക്കുന്നതേ, അതേ നന്ദമോളെ ഞാനാ ലക്ഷ്മി എന്ന് പറയുമ്പോൾ, ആ മനസ്സിലായി, എന്താ വിളിച്ചത് എന്ന് വയ്ക്കും. അന്നേരം പറയുവാണ്, നന്ദമോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ആഗ്രഹമുണ്ട്, അത് മോള് സാധിച്ചു തരണം, എതിര് പറയരുതെന്ന്. അന്നേരം നന്ദ ചോദിക്കും, അതെ നമ്പർ മാറി വിളിച്ചതൊന്നും അല്ലല്ലോ. അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്, ഇന്ദീവരത്തിലുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ ഞാൻ ആരുമല്ല, ഞാൻ 6 വർഷം മുമ്പ് മരിച്ചു പോയവളാണ്, എനിക്ക് പകരം നിങ്ങൾ ആ വീട്ടിൽ വേറെ ആളെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു, അതുകൊണ്ട് ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയും. അന്തേക്കും മഹേശ്വരൻ പറയും സ്പീക്കറിലിടാനേ. അപ്പം സ്പീക്കറിലിട്ടാണ് പിന്നെ ലക്ഷ്മി സംസാരിക്കുന്നത്. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, നമ്മൾ പിരിഞ്ഞു പോയവരാണ്, സമ്മതിച്ചു, പക്ഷേ നമുക്കിടയിൽ ഒരു പാലമായിട്ട് ദൈവം ഇപ്പം ഗൗരിമോളെ നിർത്തിയിട്ടുണ്ട്. അവളുടെ വളർച്ച കാണാനോ ജനനം കാണാനോ അങ്ങനെ അവളുടെ കുഞ്ഞിലെയുള്ള കുസൃതികൾ കാണാനോ ഒന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല, ഒരു ചടങ്ങുകളും നടത്താനും ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല, ഒരു അരഞ്ഞാണം പോലും അവൾക്ക് മേടിച്ചു കൊടുക്കാൻ ഈ കാലങ്ങളോളം ഞങ്ങൾക്ക് സാധിച്ചില്ല, അതുകൊണ്ട് അതിനെല്ലാം പരിഹാരം ഉള്ള രീതിയിലല്ല എങ്കിലും ഒരു ചടങ്ങ് നടത്തണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയും. അന്നേരം നന്ദി ചോദിക്കും, എന്ത് ആഗ്രഹമാണ്, എന്ത് ചടങ്ങാണ് എന്ന് ചോദിക്കും. അന്നേരം ലക്ഷ്മി ഈ ചടങ്ങിനെ പറ്റി പറയുവാട്ടോ, മോളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്, ഈ എന്ത് പറഞ്ഞാലും അവളുടെ അച്ഛൻ്റെ വീടാണല്ലോ ഇത്, അപ്പോൾ ഈ വീട്ടിലേക്ക് അവളെ സ്വീകരിക്കുന്നത് ഒരു ചടങ്ങായിട്ട് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിന് നന്ദമോളായിട്ട് എതിര് പറയരുത്, ഞങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് എന്നൊക്കെ നന്ദയോട് ഇങ്ങനെ പറയുവാണ് ലക്ഷ്മി. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന നന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.